ശക്തമായ കാറ്റിൽ ചെറുവത്തൂരിൽ 33 kV വൈദ്യുത ലൈനിനായി സ്ഥാപിച്ച 5 തൂണുകൾ തകർന്നു വീണു. മലയോരത്തേക്കുള്ള ചെറുവത്തൂർ കണ്ണാടിപ്പാറ വെസ്റ്റിലേരി 33 kV ലൈൻ ചെറുവത്തൂർ തിമിരി കൊടക്ക കിഴക്ക് വയലിലൂടെ കടന്നുപോകുന്ന 5 തൂണുകളാണ് തകർന്നു വീണത്. തിമിരി വയലിലൂടെ കഴിഞ്ഞ 2 പതിറ്റാണ്ട് മുമ്പ് 33 kV ലൈനിനായി സ്ഥാപിച്ച ഇരുമ്പ് തൂണുകളുടെ തുരുമ്പിച്ച അടിഭാഗം ഒടിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരമുണ്ടായ കാറ്റിൽ വീഴുകയായിരുന്നു. അരമണിക്കൂർ മുമ്പ് വയലിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ഓവുചാലിന്റെ പണി അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ നടത്തിവരുന്നുണ്ടായിരുന്നു. നിരവധി കന്നുകാലികളും വയലിൽ മേയുന്നുണ്ടായിരുന്നതായും മനുഷ്യർക്കും മൃഗങ്ങൾക്കും അപകടമുണ്ടാവാത്തതിനാൽ ആശ്വസിക്കുകയാണ് നാട്ടുകാർ. തൂണുകൾ തകർന്നു വീണതോടെ മലയോരത്തെ ചോയ്യങ്കോട് ഭീമനടി സെക്ഷനുകൾക്ക് കീഴിൽ ഭീമനടിയിൽ 19,000-ഉം ചോയ്യങ്കോട് 14,000-ഉം ഉൾപ്പെടെ ഏതാണ്ട് 35,000-ൽ പരം വൈദ്യുത ഗുണഭോക്താക്കൾക്ക് വൈദ്യുതി മുടങ്ങിയിരിക്കുകയാണ്. മലയോരത്ത് നീലേശ്വരം ഭാഗത്തു നിന്ന് പകരം സംവിധാനം ഒരുക്കിയെങ്കിലും അപ്പോഴേക്കും അവിടത്തെയും വൈദ്യുതി ബന്ധം ഇല്ലാതായിരുന്നു. 2 പതിറ്റാണ്ട് മുമ്പ് സ്ഥാപിച്ച തൂണുകൾ കാലപ്പഴക്കം മൂലം തകർച്ചയെ നേരിടുന്നുണ്ടെങ്കിലും ഇരുമ്പ് തൂണുകൾ സമയാസമയം പരിശോധിക്കാത്തതാണ് തകർന്നു വീഴാൻ കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിപ്പോൾ ഒരു 10-25 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും നമ്മൾ ഈ ലൈനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇന്ന് വരെ ഈ അധികൃത ഭാഗത്ത് നിന്ന് യാതൊരു കാര്യമായിട്ടുള്ള ശ്രദ്ധ ഈ ഭാഗത്തുനിന്നുണ്ടായില്ല. പൊട്ടി പോകുമ്പോൾ അത്യാവശ്യം 1-2 പോസ്റ്റ് ഇതിന് മുമ്പേ പൊട്ടി വീണിട്ടുണ്ട്, അത് അവർ മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പൊട്ടാനുള്ളത് സംവിധാനം നോക്കിയിട്ട് അവരൊന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇപ്പോൾ 4-5 പോസ്റ്റ് ഇന്നലത്തെ കാറ്റുമഴക്ക് വൈകുന്നേരത്തോടെ പൊട്ടി വീണത് കുറച്ച് നേരത്തെ കുറച്ച് നേരത്തെ 4 മണി 3 മണി സമയത്താണെങ്കിൽ വലിയൊരു ആൾനാശം, അതുപോലെ കന്നുകാലികളെല്ലാം കണ്ടത്തിൽ മേയുന്നത് പുല്ലിരുന്ന ആൾക്കാരുണ്ട്. പിന്നെ വയൽക്കാറ്റ് പറഞ്ഞിട്ട് ടൂറിസത്തിൻ്റെ ചെറിയൊരു പദ്ധതിയുണ്ട്. പിന്നെ ഈ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതാണ്, ഇവിടെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് ഈ വയൽക്കാറ്റ് നമ്മൾ തിമിരി കുട്ടമത്ത് ഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ എല്ലാം വീണ് കഴിഞ്ഞാൽ ആൾ ശ്രദ്ധിക്കില്ല. ടച്ച് ചെയ്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഷോക്ക് എന്തായാലും പിടിക്കാണ്ടിരിക്കില്ല. അപ്പോൾ ഇത് സർക്കാരെ ശ്രദ്ധപ്പെടുത്തിയിട്ട് എന്താണെന്ന് വേണ്ട പറഞ്ഞാൽ അതിനൊരു നടപടി അത്രയും പെട്ടെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് വയലിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു പോസ്റ്റ് മാത്രമല്ല, എല്ലാം തൂങ്ങിക്കിടക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട്. അപ്പോൾ അത് മാറ്റാനുള്ള സംവിധാനം പെട്ടെന്ന് ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ ഭീഷണിയാവും. പിന്നെ നാളെ മറ്റന്നാൾ പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് പറ്റിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.